ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കളർഫുൾ അപ്രോച്ച് ത്രൂ ഔട്ട് ഈ മൂവിക്കുണ്ട്. പീസ്ഫുൾ എന്നാൽ കുറച്ച് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉള്ള ഒരു സിനിമ. ഗെറ്റ് സെറ്റ് ബേബി, ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ. ഡയറക്ടർ വിനയ് ഗോവിന്ദ്, റൈറ്റേഴ്സ് YV രാജേഷ്, അനൂപ് രവീന്ദ്രൻ. ഹാറ്റ്സ് ഓഫ് ടു ദിസ് റൈറ്റേഴ്സ്. ഇത്തരത്തിലൊരു സിനിമ എഴുതിയുണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കാരണം ഈ സിനിമ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തു പോകുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ സ്ക്രിപ്റ്റ് വീക്കായ കയ്യിൽ നിന്ന് പോകാൻ ഒരുപാട് സാധ്യതയുള്ളൊരു സിനിമയാണ്. അതിന് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടറും കൂടെ ഉള്ളൊരു കോംബോ നന്നായിട്ട് ഇതിനകത്ത് വർക്കായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഗൈനക്കോളജിസ്റ്റ് കുറച്ച് കുറവ് തന്നെയാണ്. എന്നാൽ ഒരു ഫീമെയിൽ ഗൈനക്കോളജിസ്റ്റിനേക്കാൾ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിനുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ അഡ്വാൻറ്റേജസ് എല്ലാം ഈ സിനിമയ്ക്കകത്ത് നന്നായിട്ട് പോർട്രേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അത്രത്തോളം മൈന്യൂട്ടായിട്ട് ഇത് ഒബ്സർവ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഉണ്ണി മുകുന്ദൻ ആസ് എൻ ആക്ടർ. ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ കാണാവുന്ന കാര്യങ്ങൾ, കാരണം ഇതൊരു ഡോക്ടറെയാണ് പോർട്രേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഫിസിഷ്യൻ്റേതായിട്ടുള്ള മൈന്യൂട്ട് ജെസ്റ്റേഴ്സ് മുതൽ ആ ക്യാരക്ടറിനെ അങ്ങോട്ട് സിംഗിൾ ഹാൻഡഡ്ലി കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഈ ഒരു ക്യാരക്ടറിന് കുട്ടിക്കാലം മുതൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ ആർക്ക് ബിൽഡപ്പ് ചെയ്ത് വരുന്നത് വെച്ചിട്ട് തന്നെ അതിലൊരുപാട് കോൺഫ്ലിക്ട്സും പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഉണ്ണി മുകുന്ദൻ ആസ് ആൻ ആക്ടർ എന്നുള്ള നിലയിൽ ഒരു വേഴ്സറ്റൈൽ ആക്ടറായിട്ട് അദ്ദേഹം ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ സിനിമയ്ക്കകത്ത് കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. എല്ലാവരെയും എനിക്കങ്ങ് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നില്ല. ഇത് ഉണ്ണി മുകുന്ദൻ അങ്ങനെ അഭിനയിച്ച് തകർത്തു എന്ന് പറയത്തക്ക ഒരു സംഭവമൊന്നുമല്ല ഈ ഒരു കണ്ടന്റ്. പക്ഷെ വളരെ സിമ്പിളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈ ക്യാരക്ടറിനെ അങ്ങോട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അത് നന്നായിട്ട് പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ മറ്റ് ആക്ടേഴ്സിലോട്ട് നമ്മളൊന്ന് കാസ്റ്റ് ചെയ്ത് സങ്കല്പിച്ച് നോക്കിയാൽ പോലും ഉണ്ണി മുകുന്ദൻ ഈ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചതിൽ ഒരുപാട് വ്യത്യസ്തത കണ്ടപ്പോൾ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം ഒരു വേഴ്സറ്റൈൽ ആക്ടറായിട്ട് ഇവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒന്ന്, ഞാൻ മെയിൽ ഗൈനക്കോളജിസ്റ്റിനെ തന്നെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വളരെ പേഴ്സണലി അറിയുന്ന നല്ല ഡോക്ടേഴ്സുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ക്യാരക്ടറിലുള്ള ചില സംഭവങ്ങളൊക്കെ ഈ ഒരു കഥാപാത്രത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതൊരു ഫീൽ ഗുഡ് മൂവിയാക്കി മാറ്റുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെയും കൂടെ ഒരു സിങ്ക് കൊണ്ടാണ്. സാം CS ആണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു ഫീൽ ഗുഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിലേക്ക് അങ്ങനെ എലിവേറ്റഡ് ആയിട്ട് കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു സ്പർശമുണ്ട്. കുഞ്ഞു കുട്ടികളെയൊക്കെ കാണിക്കുന്ന സന്ദർഭങ്ങൾ, അങ്ങനെയൊക്കെ കുറേ സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സീനിനെ അങ്ങോട്ട് എലിവേറ്റ് ചെയ്യുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മളിലേക്ക് ആ ഒരു വികാരമായി മാറ്റുന്നുണ്ടായിരുന്നു ആ സംഗീതം കൂടെ ചേരുമ്പോഴത്തേക്ക്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് IMDbയിൽ ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു സിനിമ ഡിസ്കഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ ഡിസ്കഷനായിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.